കേസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കൂട് ഉണ്ടാക്കണം. ഒരു ലോ ബഡ്ജറ്റിൽ നമുക്കൊരു ലവ് ബേഡ്സിനെയൊക്കെ വളർത്താനൊക്കെ പറ്റിയൊരു കൂടാണ്. ഒരു 200 രൂപ റേഞ്ച്, അതിൻ്റെ മേലെ പോകാൻ സാധ്യത കുറവാണ്. ഒരു 200 രൂപ റേഞ്ചിൽ നമ്മൾ കിടക്കാച്ചിയായിട്ടൊരു കൂടുണ്ടാക്കുക. ഒരു 1.5 അടി നീളമൊക്കെ ഉള്ള ഒരു അത്യാവശ്യം നല്ല വിസ്തീർണമൊക്കെ ഉള്ള നല്ലൊരു കൂടാണ് നമ്മൾ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഇടാനൊക്കെ കുറച്ച് താമസിച്ചു പോയി. ഈ ലോക്ക്ഡൗണും കൊറോണയൊക്കെ കാരണമാണ് വീഡിയോ ഇടാനൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അതിന് തന്നെ ആദ്യമേ സോറി പറയാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയുകയാണ്, ഒരു ഗിവ് അവേയുടെ കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച അത് പ്രത്യേകമായിട്ടൊരു വീഡിയോ ഇടണമെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കൂടെ പറഞ്ഞാൽ മതിയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഈ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചേക്കാം. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ മിക്കവാറും അടുത്തൊരു വീഡിയോ സെറ്റ് ചെയ്യുന്നുണ്ട് ഗിവ് അവേയുടെ കാര്യങ്ങൾ പറയാനായിട്ട് മാത്രം. അപ്പോൾ അത് ഞാൻ സൗകര്യം പോലെ ഈ വീഡിയോയുടെ ഇടയ്ക്കോ അല്ലെങ്കിൽ ലാസ്റ്റോ പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടാണ് നേരെ വീഡിയോയിലോട്ട് പോകാം. കേസ് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാനിലൊക്കെ കാണുന്ന ഗ്രില്ലുണ്ടല്ലോ, അതാണ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുക. ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ എടുക്കാം. ഇപ്പോൾ 2 ഫ്രണ്ടിലത്തെ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നെറ്റ് വേണം. 1.5 മീറ്റർ നെറ്റാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. കിളിക്കൂടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എടുത്തു തരും. അത് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുക, ബ്ലാക്ക് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈകൾ വേണം. ചെറിയ വലിയ കുറേ സൈസിനുള്ള ടൈകൾ ഇതിൻ്റെ കൂട്ടത്തിൽ കിടപ്പുണ്ട്. അപ്പം കുറച്ച് അധികം ടൈ തന്നെ വേണം. ഒരു എന്താണെന്ന് വെച്ചാൽ ഈ ടൈലാണ് ഫുള്ള് നിൽക്കുന്നത്. അപ്പോൾ കുറച്ചധികം ടൈ എടുക്കുക. ഇതിനൊക്കെ ചില്ലറ പൈസയൊക്കെ ആവുന്നുള്ളൂ. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1.5 മീറ്റർ പൈപ്പ് വേണം. 1.5 മീറ്ററിൽ നിന്ന് കുറച്ച് കൂടുതലാണ്. ഇത് 1.25 മീറ്റർ ഉണ്ട്. കേസ് അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ഗ്രില്ലിൻ്റെ നടുക്കത്ത് ഈ പ്ലാസ്റ്റിക്കിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഒരു 1/2 ഇഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ചിൻ്റെ ഹോളാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു TMT വേണം. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് എടുക്കണം. നെറ്റ് എടുത്ത് നമ്മൾ ഏകദേശം ഒരു സിലിണ്ടർ ഷേപ്പിൽ വെച്ച് ടൈ ചെയ്യണം. അപ്പോൾ നമ്മൾ വെക്കേണ്ട റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാനിൻ്റെ ഗ്രില്ലുണ്ടല്ലോ, ആ ഗ്രില്ലിൻ്റെ അതേ റേഡിയസിന് വേണം നമ്മൾ ഈ നെറ്റ് സെറ്റ് ചെയ്യാൻ. ഒരു കൂടെ കുറേ ചെയ്യരുത്. കുറഞ്ഞാലും വലിയ വിഷയം വരുന്നില്ല, ചെറിയ രീതിയിൽ കുറഞ്ഞാലും വിഷയം വരുന്നത്. കൂടിയാലാണ് നമുക്ക് വിഷയം. നമുക്ക് ഫാനിൻ്റെ ഗ്രില്ല് നമുക്ക് അവിടെ വെക്കാൻ പറ്റത്തില്ല. നമ്മളത് സെറ്റ് ചെയ്ത് നമുക്ക് ടൈ ഇട്ട് റെഡിയാക്കി എടുക്കണം. അപ്പം അധികം കിടക്കണമെങ്കിൽ വലിയ വിഷയമൊന്നും വരത്തില്ല. കാരണം 1.5 മീറ്റർ നമ്മൾ വാങ്ങുകയാണെങ്കിൽ കുറച്ചൊക്കെ അധികം കാണത്തുള്ളൂ. അത് കണ്ടിച്ച് കളയണമെന്നൊന്നുമില്ല. നമ്മളെ നെറ്റിൻ്റെ അറ്റം തമ്മിൽ 4 സൈഡ് നമുക്ക് ഇതുപോലെ ടൈ ഇട്ടിട്ട് നമുക്ക് ഫാനിൻ്റെ ഗ്രില്ലെടുത്ത് വെച്ച് അളവാണോ എന്ന് നോക്കിയതിന് ശേഷം ഫുള്ള് നമുക്ക് ടൈ ഇട്ട് ഈ നെറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് നിർത്തണം. അതാണ് നമ്മൾ ഇനിയുള്ള പരിപാടി. ഗേസ് അപ്പോൾ നമ്മൾ ടൈയൊക്കെ ഇട്ട് ഗ്രില്ല് നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇതിനി ഇളകി പോത്തോ അങ്ങനെ വിഷയങ്ങളൊന്നും വരത്തില്ല. നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. 2 സൈഡ് ഒരേ അളവിനായിരിക്കണം. പിന്നെ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം. അധികം കിടക്കുന്ന അധികം കിടക്കുന്ന പീസുകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഗൈസ് ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാനിൻ്റെ ഗ്രില്ലുണ്ടല്ലോ, ഗ്രില്ലിൻ്റെ നടുക്ക് പ്ലാസ്റ്റിക്കൊക്കെ അഴിച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. വെച്ച് നമുക്ക് ഇത് തമ്മിൽ ടൈ ഇട്ട് സെറ്റ് ചെയ്യണം. നമ്മൾ നെറ്റും ഈ ഫാനിൻ്റെ ഗ്രില്ലും തമ്മിൽ ടൈ ഇട്ട് ഒന്നിപ്പിക്കണം. അതാണ് നമ്മൾ ഇനിയുള്ള പരിപാടി. ഇതേപോലെ അപ്പുറത്തും ചെയ്യണം. ആദ്യം ഒരു സൈഡ് ചെയ്തിട്ട് കുറച്ച് പരിപാടിയുണ്ട്. അത് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് ചെയ്യാവും. അപ്പോൾ ഇത് നമുക്ക് ടൈ ഇട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ടൈ ഇട്ട് സെറ്റ് ചെയ്യാം. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ടൈ തന്നെ ഇടുക. അപ്പോൾ ഗേസ് നെറ്റും ആ ഫാനിൻ്റെ ഗ്രില്ലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ കലം വാങ്ങണം. അപ്പോൾ നമ്മൾ എല്ലാ ലവ് ബേഡ്സിൻ്റെ കൂട്ടിലും ഇതുപോലത്തെ കലമൊക്കെ കാണാറുണ്ട്. അതിന് മുട്ടയിടാൻ നേരത്തൊക്കെ ഇരിക്കാനാണ്. അപ്പോൾ ഇതുപോലത്തെ 2 കലം വേണം. ഇത് ഏകദേശം 25 രൂപയാണ് ഈ 2 കലത്തിനും റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ ഇതേപോലെ തുണിയൊക്കെ വെച്ച് കെട്ടുകമ്പിയൊക്കെ വെച്ച് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഗേസ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യണം. ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇതിന് വെള്ളം വയ്ക്കാനുള്ള പാത്രവും ആഹാരം വയ്ക്കാനുള്ള പാത്രവും എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കിനി അപ്പുറത്തെ ഭാഗം ഇതേപോലെ ഫാനിൻ്റെ ഗ്രില്ല് വെച്ച് അടയ്ക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഇതിനിരിക്കാനുള്ള കൂടിൻ്റെ അകത്തുള്ള ഈ ചട്ടിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. ഗൈസ് അപ്പോൾ നമ്മൾ 2 കലവും വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂട്. അപ്പോൾ നമുക്ക് വെള്ളം വെക്കാനായിട്ടൊരു കുപ്പിയൊക്കെ കണ്ടിച്ച് അതും ടൈയൊക്കെ ഇട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പിൽ. അപ്പോൾ നമ്മൾ ഏകദേശം പകുതി പണിയോളം അല്ല 3/4 പണിയോളം കഴിഞ്ഞ് ഇനി നമുക്ക് ഈ അവസാനത്തെ ഈ നെറ്റ് എടുത്ത് വെച്ച് കൊടുക്കാം. നെറ്റല്ല നമ്മളെ ഫാനിൻ്റെ ഗ്രില്ല് അവസാനത്തെ ഗ്രില്ലും കൂടെ എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതും കൂടെ വെച്ച് ടൈ ഇട്ടാൽ സെറ്റാവും. അപ്പോൾ നമുക്ക് ടൈ ഇട്ട് എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്തെടുക്കാം.
കേസ് അപ്പോൾ നമ്മളെ കൂട് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് കൂട് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വലിയ പണിയൊന്നുമില്ല, ഒരുപാട് മെനക്കേടൊന്നുമില്ല. നമുക്ക് വെൽഡിങ് വേണ്ട, അതുപോലെ തന്നെ പ്ലെയറോ സ്ക്രൂവോ അങ്ങനെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട. സാധാരണ കാര്യങ്ങളൊക്കെ വെച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല വലുതാണ്, 1.5 അടി നീളമുണ്ട്. 1.5 അടിയല്ല, 1.5 മീറ്റർ നീളമുള്ളതാണ്. അപ്പം അത്യാവശ്യം നല്ല വീതി നീളമൊക്കെ ഉണ്ട്. നമ്മളിപ്പം 2 കിളീനെ ഇടുന്നുള്ളൂ. അപ്പം ഇതിൽ ഏകദേശം ഒരു 10 കിളിയോളം കൊള്ളുമെന്നാണ് വിശ്വാസം. ലവ് ബേഡ്സിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. കേസ് അപ്പോൾ നമുക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട്. നമുക്കിതിൻ്റെ വാതിലും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പിടികിട്ടി കാണത്തില്ല. ഇതുപോലെ നടുക്കൊരു പൈപ്പ് ഇട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1/2 ഇഞ്ചിൻ്റെ പൈപ്പ് ഇതുപോലെ ഫാനിൻ്റെ നടുക്കൂടെ ഹോൾ ഇട്ടിരുന്നല്ലോ, അതുവഴി ഇപ്പുറത്ത് വരുത്തിയിട്ട് നമ്മളൊരു എൻട്രി ഇട്ട് അത് അടയ്ക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് ക്ലോസ് ആയിട്ടുണ്ട്. പശ വെച്ച് വേണമെങ്കിൽ പശ വെച്ച് അടയ്ക്കാം. പിന്നെ ഇപ്പുറത്തോട്ട് വെച്ചിട്ട് നമ്മൾ അധികമുള്ള ഭാഗം കണ്ടിച്ച് കളയണം. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്തിട്ട് അധികമുള്ള ഭാഗം കണ്ടിച്ച് കളയാം. ഇപ്പോൾ 1.5 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിയപ്പോൾ 1.5 മീറ്റർ അധികം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. എന്തായാലും നിങ്ങൾ അധികം വാങ്ങുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടിച്ച് കളയാമല്ലോ. അപ്പോൾ കേസ് നമ്മൾ പൈപ്പ് കണ്ടിച്ച് കളഞ്ഞിട്ടുണ്ട്, അധികമുള്ള ഭാഗങ്ങളെല്ലാം കണ്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിവിടെ സെറ്റ് ചെയ്യണം. ഇതിലാണ് നമ്മുടെ ട്വിസ്റ്റ്. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്ലീകൂണിൻ്റെ വാതിലും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇതേപോലെ ഒരു എൻഡ് ക്യാപ്പ് ഇട്ട്, പശ ഉണ്ടെങ്കിൽ പശ വെച്ച് തേച്ച് എൻഡ് ക്യാപ്പ് സെറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇനി പൈപ്പ് അങ്ങോട്ട് വരത്തില്ല, അത് അവിടെ ഇടിച്ച് നിൽക്കും. പിന്നെ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ TMT എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൈപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു സൈഡ് ഈ ഗ്രിപ്പുള്ള അടപ്പ്, നമ്മൾ ഈ കുപ്പിയൊക്കെ അടയ്ക്കുന്ന പോലെ അടയ്ക്കാൻ പറ്റുന്ന സെറ്റപ്പാണ്. അപ്പുറം പൈപ്പിൽ കയറ്റി വയ്ക്കുക. ഇതെല്ലാം 1/2 ഇഞ്ചിൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ ആ പൈപ്പെല്ലാം, പൈപ്പും TMTയും അപ്പുറത്തെ അടച്ചേക്കണ എൻഡറും എല്ലാം 1/2 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ TMT വെച്ചതിന് ശേഷം നമ്മൾ അടപ്പ് വെച്ച് ഇതിൻ്റെ ഈ TMTയിലൂടെ ഒരു അടപ്പും കൂടെ കാണും തിരിച്ചടയ്ക്കാനായിട്ടുള്ള, അത് വെച്ച് അടയ്ക്കുക. ക്ലീൻ ഇടാൻ നേരത്ത് ഇത് തുറന്നിട്ട് നമുക്ക് ഈ കറുത്ത അടപ്പ് ഊരിയെടുത്ത് ഇതിൻ്റെ അകത്ത് ക്ലീൻ ഇട്ടതിന് ശേഷം തിരിച്ചടച്ച് വയ്ക്കാവുന്ന സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കേസ് അപ്പോൾ ഇതാണ് നമ്മളെ കിളിക്കുള്ള കമ്പും ആവും, കിളിക്ക് നിൽക്കാനുള്ള കമ്പും ആവും. അതുപോലെ തന്നെ ഡോറിന് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സേഫായിട്ടുള്ള ഡോറാണെന്ന് തന്നെ പറയാം. നമുക്ക് ആ അടപ്പ് തുറന്ന് ക്ലീൻ എടുക്കാം, തിരിച്ച് ഇട്ട് ആഹാരമൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് അടച്ചും വയ്ക്കാം. അപ്പം കേസ് കിളിക്കൂടെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വീട്ടിൻ്റെ മുറ്റത്ത് സെറ്റ് ചെയ്യണം, തൂക്കിയിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ ഇനിയിപ്പോൾ കിളീനെയൊക്കെ വാങ്ങി ഇതിലിടണം. അതാണ് ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. കേസ് അപ്പോൾ നമ്മൾ കൂട് സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലുക്കാണ് കാണാനായിട്ട് കൂട്. അതുപോലെ തന്നെ ഇതിൻ്റെ പകുതിയുള്ള സൈസ്, ഇതിൻ്റെ പകുതിയുള്ള ഒരു സ്ക്വയർ പോലത്തെ ഒരു കൂട് തന്നെ കടയിൽ ചോദിച്ചപ്പം 1500 രൂപയ്ക്കാണ് അവർ വില പറയുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 250 രൂപ ചിലവ് ഇതിനായിട്ടുള്ളൂ. ഈ നെറ്റ് വാങ്ങുന്ന പൈസ മാത്രമേ ആയിട്ടുള്ളൂ. മറ്റേ പൈപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് ചില്ലറ പൈസയ്ക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പൈസ നമ്മളെ കയ്യിരിക്കും. ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു പ്രീമിയം ലെവലിൽ തന്നെയാണ് നമ്മൾ ആ കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു വിഷയങ്ങളുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതെ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1K സബ്സ്ക്രൈബ് ആവാറായി. അപ്പം 900 കഴിഞ്ഞ് 930 ആയെന്ന് തോന്നുന്നു. അപ്പം ഉടനെ തന്നെ നമുക്ക് 1K സബ്സ്ക്രൈബ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊരു നല്ലൊരു ഗീവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ക്യാഷ് പ്രൈസാണ്, അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ക്യാഷ് പ്രൈസാണ് നമ്മൾ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ തന്നെ, ഈ വീഡിയോ തൊട്ടാണ് നമ്മൾ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ഇട്ട വീഡിയോസ് എല്ലാം മാക്സിമം കയറി ലൈക്കും കമൻറ്റും ചെയ്ത് മിനിമം ഒരു 5 മിനിറ്റെങ്കിലും എല്ലാ വീഡിയോസും കണ്ട് ഇതുവരെയുള്ള എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾ ഗീവ് അവേയിൽ പങ്കാളിയായി കഴിഞ്ഞു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ അടുത്തൊരു വീഡിയോ വരും. അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഗീവ് അവേയുടെ റിസൾട്ടൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടെ നമ്മളെ ചാനൽ ഏറ്റവും കൂടുതൽ ലൈക്കും ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഒരു സബ്സ്ക്രൈബറിനെ സെലക്ട് ചെയ്യും. അത് നമ്മൾ ഇഷ്ടമുള്ള ആളെയല്ല സെലക്ട് ചെയ്യുന്നത്, ആ വെബ്സൈറ്റ് സെലക്ട് ചെയ്യുന്നതാണ്. ആ സൈറ്റിൻ്റെ സഹായത്തോടെ നമ്മളൊരാളെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുന്ന ആളെയായിരിക്കും നമ്മൾ ഗീവ് അവേയുടെ വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നത്. നമ്മളൊരു 500 രൂപ ക്യാഷ് പ്രൈസ് കൊടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളായിരിക്കും വിൻ. ഇപ്പോഴും നമ്മൾ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാം പറഞ്ഞ പോലെ തന്നെ എല്ലാ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്ത് ഒരാൾക്കോ രണ്ടാൾക്കോ ഷെയറും ചെയ്ത് വാച്ചിട്ട് മിനിമം ഒരു വീഡിയോ 5 മിനിറ്റെങ്കിലും കണ്ട് എല്ലാ വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ വിന്നറാവാൻ കഴിയും. ഒരു വിന്നറാണ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തന്നെ വിന്നറാവാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. കേസ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഗീവ് അവേയുടെ കാര്യം നിങ്ങൾ മറക്കണ്ട, നിങ്ങളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തോ. നമുക്ക് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം 3-4 ദിവസം അല്ലെങ്കിൽ 5-6 ദിവസം ഗ്യാപ്പ് കിട്ടും. അപ്പോൾ അത് കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് അടുത്തൊരു വീഡിയോ ജസ്റ്റ് നാളെ മറ്റന്നാളോ ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യും. ഒരു 5 മിനിറ്റൊക്കെ കാണത്തുള്ളൂ. ഗീവ് അവേ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ്. അപ്പോൾ അത് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ നമ്മൾ ആ വീഡിയോ ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഗീവ് അവേ ഇപ്പോഴേ സ്റ്റാർട്ടിംഗ് ആണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുടെ കമൻറ്റ് ചെയ്താൽ നമ്മൾ അടുത്ത നാളെ മറ്റന്നാളോ കമൻ്റ് എല്ലാം വായിച്ചിട്ട് ഗീവ് അവേയുടെ ഡൗട്ടും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇറ്റ്സ് മീ അരുണസ്. അടുത്ത വീഡിയോ കിടക്കാച്ച കണ്ടൻറ്റ് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.